കിട്ടിയപ്പോൾ നേരത്തെ കണ്ട ഫിഷ് ടാങ്ക് ഉണ്ടായ ഒരു കഥയാണിത്. ഇങ്ങനെ ഉണ്ടാവണേക്കാളും മുന്നേ ഉണ്ടല്ലോ, അതായത് ഞാൻ ദുബായിലേക്ക് പോണേക്കാൾ മുന്നേ ഇവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാനെൻ്റെ അനിയനും ഒരു നേരത്തെ കഴപ്പ് കാരണം ഒരു രാത്രി 6 മണി 7 മണി സമയത്ത് ഞങ്ങൾ കുഴിക്കാൻ തുടങ്ങിയതാണ് ഈ ഫിഷ് ടാങ്ക്. അന്ന് കൈക്കോട്ട് കൊണ്ട് കുഴിച്ച് ഞങ്ങളൊരു 8 എന്നുള്ളൊരു ലെവലിലുള്ള ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ ഒക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പിന്നെ പ്രൊജക്റ്റ് വലുതായില്ല. അപ്പോൾ പ്രൊജക്റ്റ് വലുതാവണേക്കാൾ മുമ്പ് തന്നെ ഞാൻ ദുബായി പോകേണ്ടി വന്നു. അപ്പോൾ പ്രൊജക്റ്റ് അവിടെ അങ്ങനെ കിടക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഇഷ്യൂ വന്നിട്ട് സേഫ്റ്റി ടാങ്കിന് അങ്ങനെ എന്തോ ഉണ്ടായി. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നു. പക്ഷേ പ്രൊജക്റ്റ് നമ്മൾ വിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളത് വീണ്ടും കൊണ്ടുനടക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാളും കൂടെ ഇല്ലല്ലോ. രണ്ടാളുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനൊരു ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ സേഫ്റ്റി ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഹിറ്റാച്ചി ഇറക്കേണ്ടി വന്നു. അപ്പോൾ എന്നാൽ പിന്നെ എന്തായാലും ഇത് കിട്ടിയതല്ലേ എന്നുള്ള ലെവലിൽ നമ്മൾ നമ്മുടെ ഫിഷ് ടാങ്കും കൂടി ഷേപ്പാക്കി സെറ്റാക്കാം. ബാക്കി പിന്നെ ഈസി ആണല്ലോ, ടാർപ്പായ അതിൻ്റെ പടുത കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മതിയല്ലോ എന്നുള്ള ലെവലിൽ അങ്ങനെ സെറ്റ് ചെയ്തു. ഏറെക്കുറെ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 വർഷം എടുത്തിട്ടുണ്ട്. അത്രയും വലിയൊരു ലോങ് പ്രൊജക്റ്റായി മാറിയത്. പിന്നെ ആ നേരത്ത് ഉണ്ടാക്കിയിട്ടുള്ള കുഴി ഭയങ്കര ഹാർഡായിട്ട് ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. പിക്കാസ് സാധനങ്ങളൊക്കെ കുത്തി അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കുഴിയായിരുന്നു ഇതിന് മുന്നേ ഉണ്ടായിരുന്നിട്ടുള്ള ഈ പൊസിഷനിലെ കുഴി. ഇപ്പോൾ കുറച്ചും കൂടി അത് ഈസി ചെയ്യുന്നു മാത്രമേ. ഈ ഐഡിയ മുന്നേ യൂസ് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഇങ്ങനെ കിടക്കണ ഈ മണ്ണും കാര്യങ്ങളൊക്കെ നിരപ്പാക്കി ഇതൊന്ന് സെറ്റാക്കണം എന്നുള്ളത് അടുത്ത പ്രൊജക്റ്റായി മാറി. വലിയ ആർഭാട പരിപാടികളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ ഒരാളുള്ളൂ ഇവിടെ വീട്ടിൽ. പിന്നെ സഹായത്തിനുള്ളത് അമ്മയെ കൊണ്ട് അധികം പണിയെടുപ്പിക്കാൻ പറ്റില്ല, ആൾക്ക് വയ്യണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് തബൂക്ക് വെച്ചൊന്ന് ലെവൽ ചെയ്യുക, എന്നിട്ട് അതിൽ ടാർപ്പായ സെറ്റ് ചെയ്യാം. ടാർപ്പായക്ക് മുന്നേ ഞങ്ങൾ ശിവൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്, അവന് സ്റ്റേജ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വലിയ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് ലെവലാക്കി എന്നിട്ട് അതിൻ്റെ മുകളിൽ ടാർപ്പായ വെച്ച്. അല്ലെങ്കിൽ ഡയറക്റ്റ് ടാർപ്പായ ഇട്ട് കഴിഞ്ഞാൽ മണ്ണോട് ടച്ചായി കഴിഞ്ഞാൽ എന്താ പറയുക, ആകെ ഒരു വിഷയമാവുമല്ലോ. ഒന്ന് ദ്രവിക്കാനും പിന്നെ കല്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കുത്തി നാശാവാനൊക്കെ ഉള്ളൊരു വിഷയമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. ഇങ്ങനെ ഗ്രൗണ്ട് ലെവൽ എന്താ പറയുക, ഡയറക്റ്റ് മണ്ണിൽ നിന്ന് ടാർപ്പായ ടച്ച് ആവാതെ വെച്ചത് എത്ര മാസം എന്നറിയോ? ഒരു 4 മാസത്തോളം ഇതേ പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. ടാർപ്പായ ഇടാണ്ട് ഇങ്ങനെ തന്നെ വെച്ച് ഞങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ രണ്ടാളും അല്ലെങ്കിൽ ഫാമിലിയിലുള്ള എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതിനൊക്കെ ഒരു വൈബും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുമ്പോൾ അതൊരു വൈബായി മാറാത്ത കാരണം കൊണ്ടാണ് ഈ പ്രൊജക്റ്റ് ഇത്രത്തോളം ലോങ് ആവേണ്ടി വന്നത്. അതല്ലാണ്ട് ഞങ്ങൾ പിന്നെ അത്രയും പാഷനേറ്റായിട്ട് ചെയ്യണ കാര്യങ്ങളൊന്നുമല്ല, വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. അപ്പോൾ നേരം പോക്കിന് ചെയ്യുമ്പോൾ അതിനുള്ള ആൾക്കാരും കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും അതൊരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാവും. അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതൊരു പണി പോലെ ആയിട്ടുള്ളൊരു ഫീലാണ്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഈ ടാർപ്പായ ഇങ്ങനെ ലെവലാക്കി മാത്രം വെച്ചിട്ട് ഞങ്ങളൊരു 4 മാസത്തോളം അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് കുളമൊക്കെ സെറ്റാക്കേണ്ട ഒരു സെറ്റപ്പിലേക്ക് എത്താൻ ഞാൻ ദുബായിൽ നിന്ന് അപ്പോൾ കഴിഞ്ഞ മാസം വന്നു. കഴിഞ്ഞ മാസം അല്ലല്ലേ, ഈ മാസം തെറ്റിപ്പോയി.
ദിവസങ്ങൾ മാറിപ്പോയതുപോലെ ഫീൽ ചെയ്തു. ഈ ലെവലിൽ നമ്മൾ ഇനി ഇടാൻ പോണ ടാർപ്പായക്ക് വലിയ കോട്ടങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ടാർപ്പായസ് ഇട്ടിട്ടുക. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണ്ട, എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ സെറ്റാക്കി. ആ ടൈം കൊണ്ട് തന്നെ നമ്മുടെ പറമ്പ് മൊത്തം ഗ്രാസൊക്കെ വിരിച്ച് ഏറെക്കുറെ ഒരു സെറ്റപ്പ് പരിപാടി ആക്കി. നോക്കുമ്പോൾ കാണുമ്പോൾ ഒരു വൃത്തിക്കാനുള്ള ലെവലിലാക്കി വെച്ചിട്ടുണ്ട്. 2.5 വർഷം മുമ്പ് കുഴിച്ച കുഴിയാണ് കുഴി. ഇതുവരെ കൊളായില്ല. എന്ത് കൊളായി? ഇത് വേണ്ട, ഒറ്റയ്ക്ക് ഫീച്ചേഴ്സ് പറയാൻ അതിന് മാത്രം ഇതിലില്ലല്ലോ. ഇനി ഇതൊക്കെ അല്ല വേറെ എന്താ വിറ്റ് വെച്ചിട്ടാ ഇതൊക്കെ സെറ്റാക്കി. പക്ഷെ എന്താ പ്രശ്നം? ഇതില്ല. ആകെ ഉള്ളത് അതിലുള്ള 4 കണ്ടു. നമ്മളിനി മീൻ സെറ്റാക്കണം. 2 മണി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ മേടിച്ചേക്കാൻ. വാങ്ങിയില്ല. നല്ല രസമുണ്ട് കേട്ടോ ക്ലൈമറ്റില്ലേ. ചൂടും ഇല്ല, തണവുണ്ട്. പിടി പണിയായിരുന്നു മനുഷ്യനെ. എന്തെങ്കിലും 2 വാക്ക് ഞങ്ങളോട് പറയാനില്ലേ? എങ്ങനെയൊക്കെ ഇതേപോലെ എങ്ങനെ നേരം എത്ര ഉണ്ട്? ഫുള്ളുണ്ടോ? കറക്റ്റ് അളവാ? ഈ പാട്ടി മുന്നേ കിട്ടും. നടുവിലിട്ടാ മതി. ടൈറ്റ് ചെയ്തോ സൗണ്ട് കേട്ടാ കേട്ടു. ഇനി ഇത് പൊട്ടിച്ച് കളയണ്ടേ? വെച്ചോ. ഇതാ വലിച്ച് കഴിച്ചാൽ മറ്റേ ടാർപ്പായ തന്നെ ബ്ലാക്ക് ഇതിന്റെ പർപ്പസ് ആ പ്ലാവിന്റെ ഇലട മുകളത്തെ ഇതൊന്നും ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഫുള്ളായിട്ട് വീണില്ലെങ്കിൽ കുറച്ച് ഇതിൽ കൂടുതൽ കിടക്കും. ഇതും അല്ല സൂര്യപ്രകാശം ഇതിലേക്ക് വരുമെന്ന് പറയാം. GSM കൂടിയതാ
എല്ലാ കാര്യങ്ങളും സെറ്റ് ആയില്ലേ. ഇതിൽ വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ചിട്ട് മീനിടണം. അപ്പോൾ ഫിഷ് ടാങ്ക് ആയി. ബ്ലൂ വാട്ടർ ഐലൻഡ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയി അറിയിക്കുന്നത്. ഇതിൽ നമ്മൾ ലവ് ബേഡ്സിനെ വളർത്താമെന്ന് കൂടി വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലവ് ബേഡ്സിൻ്റെ തിനയും അതുപോലെ തന്നെ അതിൻ്റെ കാഷ്ടമൊക്കെ ചിലപ്പോൾ മീനുകൾക്ക് വളമല്ല ഫുഡാവുമല്ലോ. കലക്കിയിട്ട് നീന്തണതൊക്കെ ഇഷ്ടം. പച്ചനെ ഫുള്ള് തീലാണ്ടിട്ട് കണ്ണടിച്ചു പോയി. അവർക്ക് സന്തോഷമായിപ്പോലെ ഇല്ലേ, കുറേ വെള്ളം കിട്ടിയപ്പോൾ. കഴിഞ്ഞാ ബുദ്ധിയിലൊരു പുള്ളടിയില്ല. വെള്ളം കുറഞ്ഞു.